ഈ ഫ്രാഗ്രൻസ് വേൾഡ് ഇത് എന്ത് കൽപ്പിച്ചാണെന്നറിയില്ല. ജെൻസി പിള്ളേരെ അടിമുടി മാറ്റിമറിക്കാൻ പുതിയ ലൈനപ്പായിട്ട് വന്നേക്കാം ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ സ്ട്രീറ്റ് ഒറിജിൻസ്. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത് മുംബൈ MC പറ്റിയാണ്. 2 വേരിയൻറ്റിലാണ് സ്ട്രീറ്റ് ഒറിജിൻസ് ഉള്ളത്. ഒന്ന് യുഡേ പെർഫ്യൂം വേരിയൻറ്റും, രണ്ടാമത് എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം വേരിയൻറ്റുമാണ്. മുംബൈ MC യുഡേ പെർഫ്യൂം വേരിയൻറ്റാണ് വരിക. വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിലാണ്, ബ്ലൂ കളറാണ്, വളരെ നല്ല രീതിയിലുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രീറ്റ് ടൈപ്പ് ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുംബൈ MC സ്പൈസി സിനമൺ, നട്ട്മഗ്, സെസ്റ്റി, കാഡമം, ഗ്രേപ്പ് ഫ്രൂട്ട് എല്ലാം വണ്ടർഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സ്പൈസി അരോമാറ്റിക് ഒരു ജോണറിൽ പെട്ട് എനിക്കൊന്ന് ഡിയോർ സവാജ് എലിക്സറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മുംബൈ MC. രണ്ടാമതാണ് എനിക്ക് പറയാനുള്ളത് ഹവായ് ബോവിനെ പറ്റിയാണ്. ഹവായ് ബോവും ഈ പറഞ്ഞ പോലെ മുംബൈ MCയുടെ സെയിം പാക്കേജിംഗ് ആണ്. ബോട്ടിലിന് ചെറിയൊരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാഡ്ജിങ് എല്ലാം അതുപോലെ തന്നെ സുഖസുന്ദരമാണ്. ഇതിൻ്റെ ആറ്റോമൈസർ ചെക്ക് ചെയ്യാം. ആറ്റോമൈസർ ഫ്ലൂഡി സ്പൈസി അരോമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത്. എന്താ പറയുക, ബെർഗമുഡ്, ഗ്രേപ്പ് ഫ്രൂട്ട്, സാൻഡൽവുഡ്, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ JPG ലേബുവിൻ്റെ കൂടെ എന്തോ ഒരു എനിക്ക് തോന്നുന്നു ടൈഗറാണെന്ന് തോന്നുന്നു. ടൈഗറിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം കേട്ടോ. മൂന്നാമതായിട്ടുള്ളത് എക്സ്ട്രേറ്റ് കാറ്റഗറിയിൽ വരുന്ന കോഫി യു ആൻഡ് വെനീസ് ആണ്. ഇത് എന്താ പറയുക, കുറച്ചുകൂടെ വളരെ പ്രീമിയം പാക്കേജിങ്ങിലാണ് മാറിയിരിക്കുന്നത്. ഇത് എന്ത് പെർഫ്യൂമാണെന്ന് നോക്കാം. കോഫി അഫഗാറ്റോ ഓൾട്ടർനേറ്റീവ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഐസ്ക്രീം, കാരമൽ, എന്താ പറയുക, കുറച്ച് റം പോലത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോട്ട്സാണ് ആദ്യമേ തന്നെ കിട്ടുന്നത്. കൂടെ കോഫി, ബെൻസോയിൻ, കൊള്ളാം കേട്ടോ. വളരെ 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 രസകരമായിട്ടുള്ള നോട്ട്സാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ന്യൂയോർക്ക് ടൈം. ഇതും ഈ പറഞ്ഞ കോഫി യു വെനീസിൻ്റെ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. ബ്രാൻഡിങ് ഒക്കെ സെയിം തന്നെയാണ്, കളറും ഒക്കെ എല്ലാം തന്നെയാണ്. ഇത് വന്നിട്ട് ക്രീഡ് അവൻറ്റസിനെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്വീറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലോഡ് ഓഫ് പൈനാപ്പിൾ, ലെമൺ, ബെർഗമുഡ്, ബ്ലാക്ക് കറന്റ്, ആപ്പിൾ, എന്താ പറയുക, അങ്ങ് കുമിഞ്ഞു പൊട്ടുവാണ്. അത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്രൂട്ടിനെ, അതായത് പൈനാപ്പിളിനെ ഈ പറഞ്ഞ ക്രീഡിൽ അങ്ങ് മിക്സ് ചെയ്ത് വണ്ടർഫുൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സോ സ്ട്രീറ്റ് ഒറിജിൻസ് ഇനി ഞാൻ ട്രൈ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് നിങ്ങളുടെ ഒപ്പീനിയനിൽ ഏതാണ്?